അപ്പോൾ ഓൻ്റെ കൂട്ടി പിടിച്ചുങ്ങാണ്ട് എൻ്റെ അമ്മൻ്റെ നമ്പർ വരെ എനിക്ക് അയച്ചു കൊടുത്താ. എനിക്കത് തിരിയാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോൻ്റെ വാപ്പക്ക് എൻ്റെ വോയിസ് അയച്ചു കൊടുത്ത്. ഗായ്സ്, ഇതെന്താണെന്നറിയോ? ഒരു അവിഹിതം കയ്യോടെ ഭർത്താവ് പൊക്കിയതാണ്. നമ്മൾ എത്ര കണ്ടാലും കേട്ടാലും പഠിക്കണമെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതിന്റെ വീഡിയോ ഇന്നലെ പിടിച്ചപാടുള്ള ഒരു വീഡിയോ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഡീറ്റെയിൽ ആയി ഇവളോട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആ സമയത്തുണ്ടായിരുന്ന നമ്മൾ ആ ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ, ഇങ്ങനെ ഈ മുട്ടുകുത്തി തലയും കുത്തി ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഗഡ്സ് വേറെ തന്നെ ആയിരിക്കണം. ഇതേപോലുള്ള കള്ളത്തരങ്ങൾ ചെയ്യുമ്പോൾ ഇതും കൂടി നമ്മളൊന്ന് ആലോചിക്കണ്ടേ? നമ്മൾ നാളെ പിടിക്കപ്പെട്ടാലോ എന്നുള്ളതും കൂടി ആലോചിക്കണം. അപ്പൊ എന്നിട്ട് വേണം ഇങ്ങനത്തെ കള്ളത്തരത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പൊ ഓന്റെ കൂട്ടി പിടിച്ചുങ്ങാണ്ട് എൻ്റെ അമ്മന്റെ നമ്പർ വരെ എനിക്ക് അയച്ചു കൊടുത്താ. എനിക്കത് തിരിയാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോന്റെ വാപ്പക്ക് എന്റെ വോയിസ് അയച്ചോണ്ട് പറഞ്ഞ് ഓന്റെ വാപ്പ പറഞ്ഞാണ് എന്നോട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയിപ്പിക്കണാണല്ലോ എന്ന്. അപ്പൊ അതിന്റെ ഒരു തെളിവായിട്ടാണ്. പറഞ്ഞോ വയനാട് എന്താ സംഭവം പറയടി. പാലക്കാടോ? പാലക്കാടാണ് വർക്കുന്നത്. ഈ 3 ദിവസം തൃശ്ശൂർ പോയിരുന്നു. അത് ആര് റൂമാണോ ലോഡ്ജായിരുന്നു? അത് ഫസലിന്റെ കൂടെ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അത് പറയിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ ചെയ്ത തെറ്റാണ്. അത് ലോഡ്ജായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വീടായിരുന്നോ? ലോഡ്ജാണോ? പക്ഷെ ലോഡ്ജിനെ മാറില്ലല്ലോ കണ്ടിട്ട്. ഡബിൾ കട്ടിലാന്ന ഈ ഫോട്ടോ എനിക്ക് കാണിച്ചപ്പോ മനസ്സിലായി. ഓനിക്ക് എങ്ങനെ അവിടെ ഇത് കിട്ടിയേ? ഓനെ അതിന്റെ മുമ്പ് വർക്ക് ചെയ്തിന് അവിടെ? എന്നോട് എന്താ പറഞ്ഞ അവിടെ ഇറങ്ങാനോ? കാരണം ആദ്യം ഇയാണ് എത്തിയത് അവിടെ അല്ലേ? ആദ്യം ഇയാണ് അവിടെ എത്തിയത്. ഓ രാവിലെ വന്നതാണ് വണ്ടി എടുത്തിട്ട്. പറയേ ആ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോ എടുത്താൽ ഓനുണ്ടായിരുന്നോ? കള്ളം പറഞ്ഞ സ്വഭാവം മാറും. ഉണ്ടായിരുന്നോ ഇല്ലേ? പറ കുട്ടിയ ഉണ്ടായിരുന്നോ? ഇവക്ക് ഗൾഫിനെ വീഡിയോ കോൾ ചെയ്ത് അപ്പൊ ഇവള് റെയിൽവേ സ്റ്റേഷനില് ഹർത്താല് കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ആരുമില്ല, തൊട്ടടുത്ത് കാമുകനാ. ഒന്ന് ആലോചിച്ച് നോക്കി എന്റെ അവസ്ഥ. എനിക്കറിയാം ഞങ്ങളോ വന്നിട്ട് പച്ചത്തെറി പറയണ്ടേ, ഞാൻ പണിയിലാണ്. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, ഭാര്യ ഇവിടെ കിടന്ന് എന്തോ നെഗറ്റീവ് ഉണ്ട്. ഞാൻ റൂം റെഡിയാക്കണ്ട പറഞ്ഞു. ഞാന് ഓള് റൂം റെഡിയാക്കത്താണ്. എനിക്ക് എന്തോ നെഗറ്റീവ് അടിച്ചിരിക്കണേ. റൂം റെഡിയാക്കി എന്റെ ചെല്ലിൽ നിൽക്കും ചെയ്യും. ഓൻ ഇവിടെ രാവിലെ വന്നിട്ട് ഓന്റെ കൂടെ പോവുകയും ചെയ്യും. അല്ലേ? അതിനെ കൊണ്ട് എന്നെ മാറ്റി നിർത്തി. ഓള് എവിടെയൊക്കെ പോകണം നോക്കട്ടെ വെച്ചിട്ട്. ഓള് ഞാൻ വിചാരിച്ച പെരിന്തൽമണ്ണ ആയിരിക്കും. പക്ഷെ ഓള് നേരെ തൃശ്ശൂർ പോയി. അതിന്റെ 2 ദിവസം മുമ്പ് ഓള് ലോഡ്ജിൽ നിന്നീനു. പെരിന്തൽമണ്ണ ലോഡ്ജിലായിരുന്നോ? പെരിന്തൽമണ്ണ ആയിരുന്നോ? ഓക്കെ ഓക്കെ. എന്നാ ഇല്ല നീ പറഞ്ഞോ പറഞ്ഞോ. ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു പറയണം അവിടെ പോയി എഴുതി കൊടുത്തേ. എവിടെ? ഇറങ്ങാണെന്ന് പറയട്ടെ. അതിന് ചെപ്പോട്ടില്ല. എന്തെങ്കിലും നാളെ രാവിലെ ഇന്റർവ്യൂ ഇല്ലേനോണ്ടോ ഇങ്ങനെ പോവാണെന്ന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. എന്നിട്ട് പിന്നെ നാളെ എത്തുള്ളൂ എന്നുള്ളത് അതിന്റെ ടൈമും കാര്യങ്ങളും. ഇന്ന് ഇറങ്ങുന്ന ടൈം ആവാൻ വരും. കട്ടുണ്ടാവലാണ് ഇതിലേക്ക് വെച്ചിട്ടില്ലേ? അത്ര ദിവസവും വേണ്ടത് അതിൽ എഴുതി വെക്കണം. ഫോൺ വെച്ച് പറഞ്ഞാലും മേഡം എന്തായാലും ഇട്ടോക്ക് പോകാമെന്നോ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കൊച്ചിനോടെ ചോദിക്കും. നമ്മളൊരു ഐഡി ഫോണിന്റെ അടുത്തേക്ക് ടൈം പറയും. 1 മണിക്കൂർ കൊണ്ട് എന്താക്ക് എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാറുണ്ടെങ്കിൽ എടുത്തോ. കാറുണ്ടിയേ 1 മണിക്കൂർ തന്നെ എപ്പോഴാണ് ഇറക്കുന്നത് കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു വരും. ഓക്കെ? അല്ല എനിക്ക് പൈസ കിട്ടാണ്ട് തന്നെ വിടൂല മോളെ. അത് എന്റെ ബാപ്പ എന്റെ അമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. അന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓന്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓന്റെ വൈഫ് പറയാണ് എന്റെ കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്താ പ്രശ്നം. ഞാൻ താണ്ട എനിക്കൊരു പ്രശ്നം ഇല്ല, ഓക്കെ ഞാൻ കൊടുക്കണ തല്ലാണ്. ഓൻ ഇല്ലെന്താ ഞാൻ അതാ കൊടുക്കണ്ട, എന്താ വെച്ചാ കട്ടിക്കോളൂ. ഓക്കെ? എന്റെ ആരെയും ഞാൻ എന്നെ കള്ളവടി വെക്കാൻ പറ്റുന്നോ? എന്റെ ആരെയും ഞാൻ ആരെയും അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ അങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നത് എന്റെ ആരെയും ഞാന്. അപ്പൊ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോ സമാധാനം ഉണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്ക് ജയിക്കണം, എനിക്ക് ആ പൈസ വാങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഓന്റെ ഇടയിലും പൊട്ടനായി, ബസലിന്റെ ഇടയിലും പൊട്ടനായി പോകും. ഇനി ഓന് തീറ്റി പോറ്റിട്ടല്ല ഒരാളെ അണ്ടറിൽ നിൽക്കും. അത് കല്യാണം കഴിയട്ടെ, കിളവനാവട്ടെ, ആരാവട്ടെ, അതൊക്കെ നോക്കും. അത് ഓള് കൊടുക്കേണ്ടി കൊടുത്താലും ഒക്കെ നോക്കൂ. അത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ നോക്കും. അതൊക്കെ നോക്കടി.
ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ അറിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും അവിടെ ഫീലായി. ഇതിന് മുമ്പ് അറിഞ്ഞതല്ലേ? അവർക്ക് അന്ന് തെളിവുകളൊന്നും കിട്ടി. ആ ആ ഇപ്പൊ ഈ പോയിന്റ് ഓരോ വാക്കുകൾ വായിച്ചു കൊടുത്തി. അപ്പൊ അതെന്തായാലും അവിടെ പ്രശ്നമാവും. ആ ഇതുവരെ അവന്റെ വൈഫിനോട് പനിയ നുണകളും പറഞ്ഞിട്ട് നിന്നത് ആ ഈ പക്ഷെ വൈഫ് സമ്മതത്തോടെ, കാരണം ഓക്ക് പറ്റാത്ത കാര്യങ്ങൾ വേറൊരു പെണ്ണിലൂടെ. ഒരു പെണ്ണായിട്ട് ഇപ്പൊ ഞാൻ എന്റെ വിദ്യാഭ്യാസം വേറൊരു പെണ്ണിനെ കൂടെ മനസ്സിൽ ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാനായിട്ടുള്ള കാര്യമില്ല. പക്ഷെ ഞാൻ വൈകിച്ച് നിൽക്കും എന്റെ വിദ്യാഭ്യാസം ചിലപ്പോ അതായിരിക്കാം. ഇത് പ്രശ്നമില്ല. അതെന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡ് എന്നോട് വന്നിട്ട് പറയണേ, അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഞാൻ ആ ഒരു സത്യത്തിനുള്ളിലേക്ക് ഞാൻ മൂപ്പരെ വിശ്വസിക്കുന്നത്. മൂപ്പര് എന്നോട് ഞാൻ പറയുന്നില്ല ഉള്ളതിൽ. ഇപ്പൊ ഈ അയച്ചു കൊടുത്ത തെളിവുകൾ ഓന്റെ വാർത്ത എന്തായാലും വീട്ടിലത് കാണിക്കാണ്ടിരിക്കൂല. ബഷീബ പറഞ്ഞു ഓന്റെ വൈകിട്ട് ഇങ്ങനെയാണ് സംസാരിച്ചത്. അപ്പൊ ഓനെ നായിക ഇത് ആയതാണ് ലതീഷ? അതൊന്ന് പറഞ്ഞോണ്ടാ. ഇത് ഫസലിന്റെ നമ്പർ ആണോ? അത് എനിക്ക് പറഞ്ഞോണ്ടാ. അത് കറക്റ്റ് പറയണം. ആരാണ്? ഫസലാണോ? ഫസലാണോ? അല്ലെങ്കിൽ അത് ക്ലാരിറ്റി കിട്ടണം. ഫസലാണോ വേറെ ആരെങ്കിലും ആണോ? ഓക്കെ പെരിന്തൽമണ്ണ കുറെ കോണ്ടാക്ട് ഉള്ളതാണോ? അത് പറയും വെറുതെ. അത് ഞാൻ ഫസലിന്റെ വാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇതാരാണ് ഈ പാത്തൂന്ന് അടിച്ചത്? ആരാണ്? ഫസലിന്റെ പുതിയ നമ്പറാ? ഓരോ വൈഫിന് അറിയാം നമ്പർ? അല്ല, അത് വില സീക്രട്ട് റിലേഷൻ അല്ലേ ഈ പാത്തു ഉള്ളത്? ഫസലാണ്, ഉറപ്പാണ് ഫസലാണല്ലേ അത്? ഓക്കെ. ഇതെന്താ നമ്പർ കാണാത്ത? നമ്പർ എങ്ങനെ എടുക്കാം? അങ്ങനെ നമ്പർ എടുത്ത് കാണിച്ചോണ്ടാ. എവിടെ എവിടെ നമ്പർ എവിടെ? നമ്മള് പിന്നെ ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡ് ഇല്ലാത്തതിനെ കൊണ്ട് അറിയില്ല. പക്ഷെ എന്റെ കോണ്ടാക്റ്റിൽ ഒന്ന് പോ പാത്തൂന്ന്. എന്റെ കോണ്ടാക്ട് എടുക്കുക, ഒഴിവാക്ക് കോണ്ടാക്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓൻ ബുദ്ധിയുള്ളവനാ. പാത്തു അടി അതാണ് അതിൽ താഴത്ത് വാട്സപ്പ് നിനക്ക് നമ്പർ ഉണ്ടല്ലേ? 2266. ഓക്കെ, വാട്സപ്പ് നിൽക്കാൻ പറയുമ്പോ കോളല്ല, കട്ടാക്ക്. വാട്സാപ്പ് ചാറ്റ് മെസ്സേജ് മസ്റ്റ് നിനക്ക്. യെസ്, ഓക്കെ. എന്താണ് ഇങ്ങോട്ട് ക്യാമറ കാണിച്ചു പോവേ? എന്റെ മുഖം മെസ്സേജ് താഴത്തേക്കാക്കടി മെസ്സേജ്. പൊട്ടം കളിക്കല്ലടി. അയ്യോ, മെല്ലെ മെല്ലെ ഇതിൽ കാണണ്ടേ, വായിക്കണ്ടേ? ലൊക്കേഷൻ കഴിച്ചൊത്തുന്നില്ല. അത് എവിടുത്തെ ലൊക്കേഷനാ? ആ മെസ്സേജ് ഇന്ത്യയിലേക്ക് ഫോർവേഡ് ഈ അയച്ച വോയിസ്. മെല്ലെ മെല്ലെ ഈ അയച്ച എല്ലാ വോയിസ് ഇന്ത്യയിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യും. മെല്ലെ താത്ത്. അത് നിനക്ക് ഫോർവേഡ് ഓക്കെ. ഫോർവേഡ് ചെയ്യില്ല, താഴത്തേക്ക് അതും മേലെ കേൾക്കാം. ലൊക്കേഷൻ്റെ താഴ്ത്താ. പിന്നെ എന്താ എച്ച് ഐവിന്റെ കഴിച്ചു കൊടുത്ത് തിരുവനന്തപുരം കൂടുതൽ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം കൊണ്ടാ. ഓക്കെ, സാരി പോട്ടെ. പേര് നോക്ക്. ഫോർവേഡ്. ആരാണ്? സബി. വിറ്റ് അതുപോലെ ഫോർവേഡ്. ഇന്ത്യയിലേക്ക് പ്രാന്ത് ഇതിൽ കാണട്ടെ. ഫോർവേഡ് ചെയ്. മറ്റേ എവിടക്ക് വെയിറ്റ് ആക്ക്. ഇന്റെ അടുക്ക് സബിനോട് വെയിറ്റ് ആക്ക്. ഇന്റെ അടുക്ക് വൺ ടൈം ആയിട്ട് ഗൾഫിൽ നിന്ന് ഹസ്ബൻഡ് നല്ല അടിപൊളിയായിട്ട് പൈസ മാസാമാസം എന്നെ അയച്ചു കൊടുക്കുക. അതെടുത്തിട്ട് ഈ ചെങ്ങായിനെയും കൂട്ടി ഇവള് കറങ്ങുക, ലോഡ്ജ് എടുക്കുക, അങ്ങനത്തെ ഒക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടും. പക്ഷെ അതൊന്നും ഒരു ആണിന് എന്താ പറയാ, ആണിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ആണിനും പെണ്ണിനും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതേപോലെ വീഡിയോ എടുത്തിട്ടിട്ട് രണ്ടുപേരെയും, ഒരാളെന്നല്ല രണ്ടുപേരെയും പബ്ലിക്കിന്റെ മുന്നിൽ നാറ്റിക്കാം. അതാ വേണ്ടത്. എന്നാൽ ഒരാൾക്ക് ഇതുപോലെ, പക്ഷെ എന്നാലും ആര് കളിക്കാൻ നിൽക്കുന്നുണ്ടോ അതുമില്ല. ഇതേപോലെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പല നാൾക്കല്ല ഒരു നാൾ പിടിയിൽ എന്നൊക്കെ പറയും പോലെ സംഭവിച്ചതാണ് ഇതും. ഒരിക്കലും ചതി അള്ളാഹു എന്താ പറയാ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. എൻ്റെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഏറ്റെടുക്കുക.